കാലത്ത് സീമോൾ എണീറ്റ് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ സീമോളേനെ പല്ല് തേപ്പിക്കലൊരു ചടങ്ങ് തന്നെയാണ് കേട്ടോ. അവളെ പല്ല് തേക്കാൻ സമ്മതിക്കില്ല, അവൾക്ക് തന്നെ പല്ല് തേക്കണം. അപ്പം ഞാൻ ഓരോ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞു കൊടുത്തിട്ടൊക്കെയാണ് പല്ല് തേപ്പിക്കുക. അങ്ങനെ ഒരു വിധം അത് അവളെ പല്ല് തേപ്പിച്ച് കഴിഞ്ഞു. കാലത്ത് ഞാൻ എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ എൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഞാൻ കൊടുന്നിട്ട് അടുക്കളയിൽ ഇരുത്തിയിട്ടുണ്ട്. ആരിനാണെങ്കിൽ എണീറ്റിട്ടില്ല. ആരിനിപ്പോൾ 2 ദിവസം സ്കൂളില്ലാത്ത കാരണം ഞാൻ വിളിച്ചിട്ടില്ല. പിന്നെ അവന് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കിടന്നുറങ്ങിക്കോട്ടേന്ന്. സീമോളനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ സീമോള് ചോക്കോസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോക്കോസ് കുറച്ച് എടുത്തു കൊടുത്തതാട്ടോ. അപ്പോൾ അതങ്ങനെ പാത്രത്തോടക്കനെ തന്നെ കിട്ടണം. അപ്പോൾ ഞാൻ അതങ്ങനെ വെച്ച് കൊടുത്തു, ഇല്ലെങ്കിൽ പിന്നെ അവിടെ വാശിയാവും. പിന്നെ ഞാൻ കുറച്ച് കോഴിമുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചു, രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ അല്ല, എപ്പോഴെങ്കിലും കഴിക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് ഞാനത് അവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഈ എഗ്ഗ് ബോയിലർ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മളത് എഗ്ഗൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ അത് അതിൻ്റെ ടൈം ആകുമ്പോൾ കറക്റ്റ് ഓഫ് ആയിക്കോളും. കാലത്ത് കഴിക്കാൻ ഇന്നലെ ഉണ്ടാക്കിയ പുട്ടും കറിയും തന്നെ കേട്ടോ. ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുട്ടെടുത്ത് ചൂടാക്കിയപ്പോൾ പുട്ടാകെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ ഒരു കംഫോർട്ട് സോണാണ് കേട്ടോ അത്. ഞാൻ ഇവിടെ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ അവിടെ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കണം. അതിൻ്റെ ഇടയിൽ സീമോൾ വന്നപ്പോൾ സീമോളേനെ ഞാൻ അവിടെ കയറ്റിയിരുത്തി കൊടുത്തിട്ടുണ്ട്. തുണി ഉണക്കാട്ടതൊന്നും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, 2 ദിവസമായിട്ടോ അപ്പോൾ അത്. അപ്പോൾ ഞാൻ ഇന്ന് അത് എടുത്തു കൊണ്ടുപോയിട്ട് ഇനി അടുത്ത സെറ്റ് വാഷ് ചെയ്യുമ്പോൾ ഇടണ്ടേ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. റൂമിൽ വന്നപ്പോൾ ബ്ലാങ്കറ്റൊന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാലത്ത് എണീറ്റിട്ട് ആരും അങ്ങനെ പോയിട്ടുള്ളതാണ്. പിന്നെ റൂമിലേക്ക് കയറിയിട്ടില്ല തോന്നുന്നു. അപ്പോൾ ആരിനെ ഞാൻ വിളിച്ചിട്ട് ആരിനോട് ആരിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വയ്ക്കാൻ പറഞ്ഞിട്ട് അവ അതങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ മടക്കി വയ്ക്കും, ആരിൻ്റെ ഡ്രസ്സ് ആരും മടക്കി വയ്ക്കും. പിന്നെ സീമോളുടെ ഡ്രസ്സ് അവളുടെ കൊട്ടയിൽ എടുത്ത് വെച്ച് കൊടുക്കും. ആരിനെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ ചെയ്യിപ്പിക്കും. എന്നെ സഹായിക്കാൻ ഇപ്പോൾ അവിടെ ആരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവനെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ. ഇന്ന് കാര്യമായിട്ട് അങ്ങനെ കുക്കിങ്ങൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. ഇന്നലത്തെ ഫുഡൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി അത് സമയമാകുമ്പോൾ ചൂടാക്കി കഴിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായിട്ട് ക്ലീനിങ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണെന്ന്. ക്ലീനിങ് അതുപോലെ ഒതുക്കി വയ്ക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഒന്ന് ചെയ്യണത്. ഈ മാറ്റ് സിറ്റൗട്ടിലിടുന്ന മാറ്റാണ് കേട്ടോ. നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്, വെയിറ്റും ഉണ്ട്. അപ്പോൾ എനിക്കിത് ഇങ്ങനെ എപ്പോഴും എടുത്ത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല. ഞാനിങ്ങനെ വല്ലപ്പോഴും എടുത്തിട്ടേ ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ വെടുക്കുറത്ത് ഈ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് കൊടുന്നിട്ടിട്ട് പിന്നെ അങ്ങനെ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ഒരുവിധം അങ്ങനെ മാറ്റൊക്കെ കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് കൊടുന്നിടുകയാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചെങ്കിൽ ഭയങ്കര കാറ്റ്. എനിക്ക് കാറ്റത്ത് അവിടെയൊക്കെ നിൽക്കാൻ പേടിയാണ്. ചുറ്റും തെങ്ങായ കാരണം ഞാൻ കാറ്റ് വന്നപ്പോൾ അവിടെ നിന്ന് വേഗം ഓടിപ്പോന്നു. പിന്നെ സീമോളും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ അതേ സീമോളുടെ പാമ്പേഴ്സ് വയ്ക്കുന്ന ബക്കറ്റ് നിറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ പരിപാടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് മതിയായി.